ഇതേവരെ നിങ്ങൾ അനുഭവിച്ചതിനേക്കാളും ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് റിസൾട്ട് തരാൻ പോകുന്ന ഒരു ടെക്നിക്കാണ്. ഒരുപാട് കാലങ്ങളായിട്ട് കിട്ടാനുള്ള കാശാണ് കിട്ടുന്നില്ല, ബ്ലോക്കായി കിടക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിറ്റിട്ട് കാശ് വരുന്നില്ല, ഇങ്ങനെയുള്ള കാശ് അല്ലെ അങ്ങനെ അങ്ങനെ അവർക്ക് കുറെ ഇതുണ്ട്. അല്ലെങ്കിൽ ശമ്പള വർധനവ് സംഭവിക്കുന്നത്, പണിയെടുക്കുന്നുണ്ട് കൂട്ടി കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഇതാണ് സ്പിരിച്വൽ. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, സ്പിരിച്വൽ മണി. അങ്ങനെ കിടക്കുന്ന കാശുകൾക്ക് ദൈവികമായിട്ട് നമ്മളിൽ വരുത്താനുള്ള ഏറ്റവും പവർഫുൾ ആയ ടെക്നിക്കാണ് പറയുന്നത്. ഗുഡ് ഈവനിങ് എവരിവൺ, എല്ലാവർക്കും സ്വാഗതം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്കിന്നൊരു ടെക്നിക്ക് പഠിക്കാം. കുറെ ദിവസമായി നിങ്ങൾക്ക് ടെക്നിക്കൊക്കെ തന്നിട്ടല്ലേ, ക്ലാസ്സുകൾ നടക്കുന്ന ടെക്നിക്കുകളൊക്കെ പലപ്പോഴും യൂട്യൂബിലേക്ക് നിങ്ങൾക്ക് ടെക്നിക്കുകൾ പലതും. അതുകൊണ്ട് ടെക്നിക്കൽ ഇല്ലാത്തതുകൊണ്ട് റിസൾട്ടും കുറയുന്ന ആൾക്കാർക്ക് അല്ലെ, പണം വരുന്നില്ല, മറ്റു കാര്യങ്ങൾ കിട്ടുന്നില്ല. ടെക്നിക്ക് ഇടക്കിടക്ക് കിട്ടിയാൽ മാത്രമേ അത് നടക്കുള്ളൂ അല്ലെ. അപ്പൊ ഇന്നത്തെ ഒരു കിടിലം ടെക്നിക്കാണ്. കിടിലൻ ടെക്നിക്ക് എന്ന് വെച്ചാൽ കിടിലൻ ടെക്നിക്കാണ്. ഇതേവരെ നിങ്ങൾ അനുഭവിച്ചതിനേക്കാളും ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് റിസൾട്ട് തരാൻ പോകുന്ന ഒരു ടെക്നിക്കാണ്. അത് കേൾക്കാൻ, അത് സ്വീകരിക്കാൻ തയ്യാറായവർ മാത്രം ആദ്യത്തെ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. യെസ്, റെഡി ആയിട്ട് പെട്ടെന്ന് പറയട്ടെ. റെഡി 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 ഹാപ്പി ആൻഡ് റെഡി ഹാപ്പി എന്ന് പറയാൻ പോകുന്ന കാര്യം ന്യൂമറോളജിയുമായിട്ട് അല്ലെങ്കിൽ ആ ഏഞ്ചൽ നമ്പറുമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഏഞ്ചൽ, എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, ജീവിതത്തിൽ ഏഞ്ചൽ നമ്പർ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. ഓരോ ആളുടെയും ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ന്യൂമറോളജി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ, ഈ പ്രപഞ്ചത്തിലെ സ്പന്ദനങ്ങളിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളിലും, സ്പന്ദനം എന്ന് പറഞ്ഞാൽ അറിയാലോ, പൾസ്, എല്ലാ പൾസിന്റെ അടിസ്ഥാനം അക്കങ്ങളാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഏഞ്ചൽ നമ്പർ. ഇപ്പൊ എല്ലാം റെഡിയാണല്ലോ. അപ്പോ ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ തരി, അല്ലെങ്കിൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ എന്ത് നന്നാവണം? മനസ്സ് നന്നാവണം. അപ്പോ എഴുതിക്കോ, ടൈപ്പ് ചെയ്തോളൂ. ആ അഫർമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, മനസ്സിന്റെ അഫർമേഷൻ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. പെട്ടെന്ന് പോരട്ടെ. മസ്റ്റ് യുവർ മൈൻഡ്, മസ്റ്റ് യുവർ ലൈഫ്. മൈൻഡ്സിനെയാണ് ഇവിടെ പാകപ്പെടുത്തുന്നത്. യെസ് 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 യെസ്. ഓ, മാസ്റ്റർ മൈ മൈൻഡ്, മാസ്റ്റർ മൈ ലൈഫ് അല്ലെ. ഞാൻ യുവർ പറഞ്ഞു അല്ലെ, അപ്പൊ ഞാൻ എന്റെയും കൂടി പറയണ്ടേ. ഇപ്പോ ഇന്ന് ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും പെന്നും പേപ്പറും എടുത്തു വെച്ചോളുക. ആത്മീയതയിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? യെസ് ഓർ നോ ടൈപ്പ് ചെയ്ത്. ആത്മീയതയിൽ വിശ്വാസമുണ്ട്, സ്പിരിച്വാലിറ്റിയിൽ വിശ്വാസം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ദൈവീകമായിരിക്കണം എന്ന് വിശ്വാസമുള്ളവർ മാത്രം ഇനി അങ്ങോട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഇപ്പൊ ക്ലാസ്സിലിരിക്കുന്നവരോടും ഇനി നാളെ യൂട്യൂബ് കാണുന്നവരോടും ഫേസ്ബുക്ക് കാണുന്നവരോടും എല്ലാവരോടും പറയുന്നത്, ആത്മീയതയിൽ, ദൈവികതയിൽ, ആത്മീയത എന്ന് പറയുന്നതിന്റെ നിർവചനത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ അവനവനിൽ പൂർണ്ണ വിശ്വാസമുള്ളവന് മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്, ഈ കാര്യം കേൾക്കാനുള്ളത്. മറ്റൊരുത്തനും ഇത് പ്രാക്ടീസ് ചെയ്യരുത്, ഫലിക്കില്ല. ആദ്യം ആത്മീയതയിൽ, ദൈവികതയിൽ വിശ്വാസം വേണം. എല്ലാം നന്മയായിരിക്കണം, നല്ലത് മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ തിന്മ ചെയ്യില്ല എന്ന് 100% വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവനാണ് ആത്മീയത എന്ന് പറയുന്നത്. അവന് മാത്രമുള്ളതാണ് അടുത്ത ക്ലാസ്, അടുത്ത സെഷൻ. അപ്പോ അത് റെഡി ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മീയമായിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ദൈവികമായിട്ട് മാത്രമാണ് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിനും പ്രവർത്തിക്കുന്നത്. ഈവൻ മണി ആണെങ്കിൽ തന്നെയും സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ആത്മീയമായിരിക്കണം. അല്ലാത്ത സമ്പത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല, നമുക്കത് വേണ്ടയും വേണ്ട എന്നാണ് എന്റെ പക്ഷം. നിങ്ങളും അങ്ങനെയാണോ എങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. നമുക്ക് നന്മയുള്ള പൈസ മാത്രമേ വേണ്ടൂ. അതായത് കർമ്മത്തിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന, പാരിതോഷികമായി ലഭിക്കുന്ന കാശ് മാത്രമേ നമുക്ക് വേണ്ടൂ, അല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് നന്നായി പോകണമെന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹം. ഇതിനാണ് നന്മയുള്ള പണം അല്ലെങ്കിൽ സ്പിരിച്വൽ മണി എന്ന് പറയുന്നത്. സ്പിരിച്വൽ മണിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനില്ല, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി നമ്മൾ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ടെക്നിക്കാണ് ഈ പറയാൻ പോകുന്നത്. നാളെ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതാണ്, എന്തൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, ആ കാര്യത്തെ പറ്റി ഞാൻ പരാമർശിക്കാനില്ല. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പെട്ട കാശ് നമ്മൾ ഒരാൾക്ക് കടമായി കൊടുത്തു, അതിൽ തിരിച്ചു തരുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് കിട്ടാനുള്ള കാശാണ് കിട്ടുന്നില്ല, ബ്ലോക്കായി കിടക്കുന്നത്. അങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിറ്റിട്ട് കാശ് വരുന്നില്ല, ഇങ്ങനെയുള്ള കാശ് അല്ലെ, അങ്ങനെ അങ്ങനെ അവർക്ക് കുറെ ഇതുണ്ട്. അല്ലെങ്കിൽ ശമ്പള വർധനവ് സംഭവിക്കുന്നത്, പണിയെടുക്കുന്നുണ്ട് കൂട്ടി കിട്ടുന്നില്ല,
ഇങ്ങനെയുള്ള ഇതാണ് സ്പിരിച്വൽ. നമ്മൾ പണിയെടുക്കുന്നുണ്ട്, സ്പിരിച്വൽ മണി. അങ്ങനെ കിടക്കുന്ന കാശുകൾക്ക് ദൈവികമായിട്ട് നമ്മളിൽ വരുത്താനുള്ള ഏറ്റവും പവർഫുൾ ആയ ടെക്നിക്കാണ് പറയുന്നത്. ബിസിനസ് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ടോളം ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം കടം പോകുന്നു. അത് ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പഠിപ്പിക്കാം. കടം പോകുന്നു അവർക്കൊക്കെ ഉള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ റെഡി ആയിക്കോളൂ. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതിന്റെ ബാക്കി പിന്നാമ്പുറ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളിപ്പോൾ തൽക്കാലം അറിയേണ്ടതില്ല. അത് ന്യൂമറോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിയാം. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതിക്കോളൂ. ആദ്യം നിങ്ങളുടെ ബർത്ത് ഡേറ്റ്, ഇയർ, അതെ, ബർത്ത് ഡേറ്റ്, മാസം, ഇയർ കൃത്യമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, ഈ മന്ത്, ഇയർ കൃത്യമായി അറിഞ്ഞിരിക്കണം ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ്. ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പച്ച മഷി പേന നിങ്ങളുടെ കയ്യിൽ വേണം. ഒരു പേപ്പർ വേണം. ആ പേപ്പറിൽ എന്താണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് ഞാൻ പറയാം. എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് പിന്നെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ട സമയം ഞാനിത് കഴിഞ്ഞ് പറഞ്ഞുതരാം, ഏത് സമയത്താണ് ഉചിതമായ സമയമെന്ന്. എല്ലാവർക്കും ഇത് കാണാമല്ലോ. ഇത് എഴുതി വെച്ചോളൂ. ഡിവൈൻ ഇങ്ങനെ ഒരു റൗണ്ട് നിങ്ങൾ വരക്കണം. എപ്പോ വേണമെങ്കിലും, എപ്പോഴും. ഇത് 3 മെത്തേഡാണ് ഞാൻ ഇതിനകത്ത് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്വിച്ച് വേർഡ്, ഒന്ന് ന്യൂമറോളജി, ഒന്ന് ഏഞ്ചൽ നമ്പർ. 3 എണ്ണം കമ്പൈൻ ചെയ്തിട്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. പെട്ടെന്ന് എഴുതിക്കോളൂ. പെട്ടെന്ന് നമുക്ക് ഇതാ, അല്ലെങ്കിൽ ഞാനിത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഇത്രയാണ് ഈ പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ്. ഒന്നാമത്തെ സ്വിച്ച് വേർഡ് ഡിവൈൻ, ദൈവീകത. ഇതിനകത്ത് ഒരു തർക്കവും നമുക്കില്ല. ദൈവികത ഇല്ലാതെ ഇതൊന്നും കിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ വേർഡ് എഴുതിയിരിക്കുന്നത്, ഡിവൈൻ. പിന്നെ രണ്ടാമതാണ് കണ്ടുപിടിക്കുക. ദൈവം കണ്ടുപിടിച്ചു തരട്ടെ, ദൈവം നമ്മളിലേക്ക് എത്തിക്കട്ടെ, ഫൈൻഡ്. സ്വിച്ച് വേർഡ് ആണ് ഡിവൈൻ, ഫൈൻഡ്. എന്നിട്ടോ അടുത്തത് കൗണ്ട് ചെയ്യണം, കൗണ്ട്. എത്രയാണ്? അൺലിമിറ്റഡ് കൗണ്ടിങ്. എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അൺലിമിറ്റഡ് കൗണ്ടിങ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അൺലിമിറ്റഡ് ആണോ ലിമിറ്റഡ് ആണോ എന്നുള്ള ഓരോ ആളുടെയും ചോയ്സ് ആണ്. പക്ഷെ കൗണ്ട്, ഡിവൈൻ, ഫൈൻഡ്, കൗണ്ട്. ബ്രിങ്, കൊണ്ടുവരൂ, ബ്രിങ്. ആഡ്, എന്താണ്? എൻ്റെ ഉള്ളതിനെ കൂടുതൽ കൂടുതൽ ആഡ് ചെയ്ത് കൊണ്ടുവരിക. ടുഗദർ, എല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട്. ഇപ്പോൾ, ഇത് സ്വിച്ച് വേർഡ് ആണ്. ഇപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുവരിക. ഡിവൈൻ, ഫൈൻഡ്, കൗണ്ട്, ബ്രിങ്, ആഡ്, ടുഗദർ, നൗ. ഈ സ്വിച്ച് വേർഡ് മണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മണി ഫ്ലോസിന് വേണ്ടിയിട്ടുള്ള. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഇത് ക്ലോസ് ചെയ്യുന്നതാണേ. ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ഒരു വൈറ്റ് കളർ പേപ്പറിൽ, വെളുത്ത പേപ്പറിലോ പുസ്തകത്തിലോ നിങ്ങൾ എഴുതി വെക്കണം. എപ്പോഴെഴുതണം? ഏത് സമയത്താണോ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്, 21 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയോ, 33 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയോ, 41 ദിവസം പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. 3 തരത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. 21 ദിവസം, 33 ദിവസം, അല്ലെങ്കിൽ 41 ദിവസം. 3 മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യണം. വരക്കണം റൗണ്ട്. എന്നിട്ട് ഈ വാക്കുകളെല്ലാം ആ റൗണ്ടിനകത്ത് എഴുതണം. ഒരു പേജ് പേപ്പറിൽ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളിക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രിന്റ് എടുത്താലൊന്നും പറ്റില്ല. നിങ്ങൾ കൈ കൊണ്ട് എഴുതുക തന്നെ വേണം. പക്ഷെ എഴുതുമ്പോൾ ആത്മീയമായി, ദൈവികമായിട്ട്, പൂർണ്ണമായിട്ട് മനസ്സോട് കൂടി എഴുതണം. മറ്റെന്തെങ്കിലും പറയുന്നതിൻ്റെ അടുത്തോ കടയിൽ കച്ചവടം ചെയ്യുന്നിടത്തോ ഒന്നും എഴുതരുത്. അങ്ങനെയൊന്നും നടക്കില്ല. രാവിലെ അതിനു വേണ്ടി തന്നെ ഒരു സമയം കണ്ടെത്തിയിട്ട് സ്വസ്ഥമായി ഇരുന്നിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ എഴുതാവൂ. പ്രാർത്ഥിക്കുന്ന എന്താണ്? നമ്മൾ കുബേരനെ പ്രാർത്ഥിച്ചോ, പണത്തെ പ്രാർത്ഥിച്ചോ, ആര് വേണം പ്രാർത്ഥിച്ചോ, പക്ഷെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. എങ്ങനെ വേണം പ്രാർത്ഥിച്ചോ. ഇതൊന്ന് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്തത്, എഴുതി കഴിഞ്ഞ് മാത്രം തീരുന്നില്ല, പച്ച മഷിപ്പെന്നുകൊണ്ട് മാത്രമേ എഴുതാവൂ. എഴുതി കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള ടെക്നിക്കാണ് അടുത്ത പറഞ്ഞത്. ഇതും ഒന്നിച്ച് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെയും പെരുവിരലിന്റെയും ഇടയിൽ, ഇതിന്റെ രണ്ടിന്റെയും മധ്യഭാഗത്തിന്റെ താഴെ ഭാഗത്ത്
ഇനി എന്ത് മണ്ഡലം എന്നൊക്കെ നിങ്ങൾ ഓരോ ആൾ ഓരോരോ മണ്ഡലം വെച്ചോളൂ, ഇവിടെയാണെന്ന് മാത്രം പറയുള്ളൂ. ഈ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ട നമ്പറാണ് 708. പിന്നെ നിങ്ങൾ കൂട്ടിയിട്ട് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് കിട്ടിയില്ലേ, നിങ്ങളുടെ ബർത്തിന്റെ ഒരു നമ്പർ കിട്ടിയില്ലേ, ഒരു ന്യൂമറിക് നമ്പർ, സിംഗിൾ ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടും ബർത്തിന്റെ. അതായത് ഫോർ എക്സാമ്പിൾ ഒരാളുടെ ബർത്ത്ഡേ 21/3/1976 ആണെങ്കിൽ അയാളുടെ സിംഗിൾ ഡിജിറ്റ് നമ്പർ 8 ആയിരിക്കും. ആദ്യം കൂട്ടുക. 27, 2ഉം 7ഉം 9, 3, 1, 9, 7, 6. അത് നിങ്ങൾ തന്നെ നിങ്ങൾ ഇപ്പൊ കൂട്ടി നോക്കിക്കോളൂ എത്ര നിങ്ങൾക്ക് കിട്ടുന്നത്. 10ൽ താഴെയുള്ള 9ൽ 9 അല്ലെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഈ നമ്പറാണ് 4ാമത്തെ നമ്പറായിട്ട് എഴുതേണ്ടത്. അപ്പോഴാണ് അത് നിങ്ങളാവുന്നത്. ഇവിടെ എങ്ങനെയാണ് 708 എന്ന് വന്നത് വെച്ചാൽ 7 എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ്, ദൈവികതയുടെ നമ്പറാണ്. അപ്പോ 7 എന്ന് പറയുമ്പോ അവിടെ ദൈവികത കൊണ്ടുവന്നു. ഇനി 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കണ്ടീഷനും ഇല്ല, അൺകണ്ടീഷനാണ്. എന്താണ്? ദൈവികതയിൽ പൂർണ്ണമായി നമ്മൾ സറണ്ടർ ചെയ്തിരിക്കുന്നു. ഇതാണ് 0. ഇനി നമുക്ക് വേണ്ട എന്താണ്? പണമാണ്. എങ്ങനെ? അൺലിമിറ്റഡ് ആയിട്ടുള്ള പണമാണ്. പണത്തിന്റെ നമ്പറാണ് 8 എന്ന് പറയുന്നത് പണത്തിന്റെ. അപ്പൊ പണം വരാൻ വേണ്ടി, അതായത് എനിക്ക് ദൈവികതയിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ടുള്ള പണം വരാൻ വേണ്ടി ഞാൻ 708 എന്ന് എഴുതി. ഇനി ആർക്കാണ്? എനിക്കാണ്. അപ്പൊ എന്റെ നമ്പർ എത്രയാണ്? എന്റെ നമ്പർ എത്രയാണോ ആ നമ്പർ 4ാമതായിട്ട് എഴുതുക. എനിക്ക് എന്റെ നമ്പർ 8 ആണ്, ഞാൻ 8 എഴുതി വെക്കണം. ഇത് ഞാൻ കുറച്ച് നേരത്തെ പ്രാക്ടീസ് ചെയ്താണ്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് പൈസ വന്നു ബാങ്കിൽ. ഇന്ന് വരേണ്ട കാശല്ല, ഇന്ന് വരികയും ചെയ്തു. ഇപ്പൊ വന്ന മെസ്സേജാണ് നിങ്ങളുടെ മുമ്പിൽ കേട്ടത്. ഇത് ഞാൻ നേരത്തെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വന്ന. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ചെയ്തിട്ടാ വന്ന്, ഇവിടുന്ന് കുളിച്ചപ്പോൾ അത് മാഞ്ഞു പോയി. ഇപ്പോൾ വീണ്ടും എഴുതി. നാളെ രാവിലെ വീണ്ടും വരും. നാളെ രാവിലെ വന്ന് നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് ഞാൻ കാണിച്ചു തരാം. നാളെ രാവിലെ എനിക്ക് വരുന്നത്. അപ്പോൾ 7088 അത് നിങ്ങളുടെ ബാക്കി നമ്പർ 1, 2 നിങ്ങളുടെ, അത് എനിക്ക് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഭർത്താവിന്റെ ബർത്ത്ഡേ വെച്ച് ഞാൻ എഴുതട്ടെ, ഭർത്താവിനാണ് കാശ് വരാനുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറ്റില്ല. നിങ്ങൾക്കാണ് വരേണ്ടത്, നിങ്ങൾ തന്നെ എഴുതാം. ഭർത്താവാണ് ഭർത്താവിന് എഴുതുക, മകനാണ് മകൻ എഴുതുക, മകളാണ് ആർക്കായാലും. ഇപ്പൊ ശമ്പളം പെൻഡിങ് കിടക്കുന്നുണ്ടോ? എഴുതിക്കോളൂ. അല്ലെങ്കിൽ എവിടെ നിന്ന് പേയ്മെന്റ് വരാണ്ട് എഴുതിക്കോളൂ. കച്ചവടം നടന്നില്ലേ, കച്ചവടത്തിന് പൈസ കിട്ടാണ്ടോ? എഴുതിക്കോളൂ. അപ്പൊ ഇത് ആദ്യം നമ്മൾ താഴെ എഴുതിയത് ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ സ്വിച്ച് ബോർഡ് എഴുതി. ഇനി ഈ സംഭവം എഴുതി. ഇത് 21 ദിവസം എപ്പോൾ ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഓഫീസ് എല്ലാം ഫ്രഷ് ആയിട്ട് ജോലിക്ക് പോകാൻ തയ്യാറാവുന്നില്ല. ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകാൻ റെഡിയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്സിന് പോകുന്നവർ ബിസിനസ് ചെയ്യാൻ റെഡിയായി നിൽക്കുമ്പോൾ, എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലെ നിങ്ങളുടെ കർമ്മത്തിലേക്ക് കടക്കുന്നത്, അതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇത് ചെയ്യാവൂ. അല്ലാത്തൊരു സമയത്ത് ഇത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞായറാഴ്ച നിങ്ങൾ ജോലി ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് ആ കർമ്മത്തിൽ പോകുന്നവർക്ക്, അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പൈസ കർമ്മത്തിലല്ലാത്ത കാശ് വേണ്ടല്ലോ. കർമ്മം ചെയ്യുന്നവന് മാത്രം കാശ് കിട്ടിയാൽ മതി. അപ്പൊ കർമ്മത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് പൊക്കോളുക. നാളെ തന്നെ നിങ്ങൾക്ക് മിറാക്കിളുകൾ സംഭവിക്കും. യാതൊരു ഡൗട്ടുമില്ല, സംഭവിക്കുന്നു.